അതെങ്ങനെയാ വേഗം വാടിപ്പോവില്ലേ? ഈ കാണുന്ന 10 മണി പൂക്കളൊക്കെ പറിച്ചിട്ട് നമുക്ക് പൂക്കൾ ഇട്ടാലോ എന്നാണ് കേട്ടോ മീനുക്കുട്ടി പറയുന്നത്. ഞാൻ പറഞ്ഞു അത് പെട്ടെന്ന് വാടിപ്പോവില്ലേ, പിന്നെ ഇതിട്ടിട്ട് എന്താ കാര്യം എന്നേ. സത്യം പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് ഞാൻ സ്കൂട്ടായതാണ് കേട്ടോ. അല്ലാതെ ഞാൻ കണ്ണേ കരളേന്നും പറഞ്ഞ് വളർത്തുന്ന ഈ 10 മണി പൂക്കളൊക്കെ പറിച്ച് പൂടാൻ എനിക്ക് പറ്റുമോ അല്ലേ? അങ്ങനെ ഇന്നിപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയതുകൊണ്ട് മീനുക്കുട്ടിയും പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്ന് അച്ചാച്ചൻ ഉണ്ടാക്കിയ പോലെ ഒരു പൂക്കോട്ട ഉണ്ടാക്കി താന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ഇലയൊക്കെ പറിച്ച് തന്നിട്ടുണ്ട്. എൻ്റെ കാലിലുള്ള ചെരുപ്പൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഞാൻ നന്ദൂട്ടൻ കളിക്കാൻ പോകുമ്പോഴുന്ന ചെരുപ്പിട്ടിട്ടാണ് പറമ്പിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ പൂക്കോട്ടയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പൂക്കോട്ട കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ആൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പൂ പറിക്കാൻ വേണ്ടി അങ്ങനെ പറമ്പിലേക്ക് ഇറങ്ങി കേട്ടോ. പൂക്കളാണെങ്കിൽ ഈ മഞ്ഞപ്പൂക്കൾ മാത്രമാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ പൂക്കൾ പറിച്ച് നമ്മൾ തോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. തോട്ടിലാണെങ്കിൽ ഇപ്പോൾ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ വരെ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഒരുപാട് മഞ്ഞപ്പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വളമിടാനായിട്ട് തെങ്ങ് തുറന്നപ്പോൾ ആ പൂക്കളും ചെടികളും ഒക്കെ നശിച്ചു പോയില്ലേ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ മഞ്ഞപ്പൂവും കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ പൂക്കളൊക്കെ വാങ്ങേണ്ടി വരും തന്നെയാണ് കേട്ടോ തോന്നുന്നത്. അങ്ങനെ കിട്ടുന്ന പൂക്കളൊക്കെ പറിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നേ. തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ നിറയെ വെള്ളമാണ് കേട്ടോ ഉള്ളത്. ഇന്നലെ വരെ നല്ല മഴയായിരുന്നല്ലോ. പിന്നെ ഇതാ ഈ ഒരു മുക്കുറ്റിയാണ് കേട്ടോ നമ്മൾ ഇന്ന് നടുക്ക് വെക്കാൻ വേണ്ടി പറിച്ചിട്ടുള്ളത്. പിന്നെ മീനുക്കുട്ടി നേരെ ശംഖുപുഷ്പം പറിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാ. ശംഖുപുഷ്പം പൂക്കളത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളർ തന്നെ ഭയങ്കര രസമാട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ലോണം എടുത്ത് കാണിക്കുന്ന ഒരു കളറാണല്ലോ അത്. നമ്മളടുത്ത് വെള്ള ശംഖുപുഷ്പം ഉണ്ട്, പക്ഷെ നമുക്കത് ഒരു റൗണ്ട് വെക്കാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് അത് പറിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ പൂക്കളത്തിലുള്ള പൂക്കൾ ഇതെല്ലാം കേട്ടോ. ഈ ഒരു ഇലേൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ലേ. ഇത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. അങ്ങനെ നടുക്ക് നമ്മൾ മുക്കുറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. മുക്കുറ്റി വെക്കുന്ന സമയം വെയിലേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ അത് കഴിയുമ്പോഴേക്കും വെയിൽ വന്നു. പിന്നെ ഇതാ ഈ മഞ്ഞപ്പൂക്കളാട്ടോ അടുത്തത് വെച്ചത്. അതിൻ്റെയും കളറ് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. എന്തൊരു ഭംഗിയാ അത് ഇട്ട് കഴിഞ്ഞാലെന്നറിയോ. അങ്ങനെ അതിന് ശേഷം ഒരു റൗണ്ട് ശംഖുപുഷ്പമാണ് കേട്ടോ വെക്കുന്നത്. വേറെ പൂക്കളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റൂ. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിന് ശേഷം നമ്മളെ പൂക്കൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇനി അതിന് ശേഷം നമുക്ക് ഇലകൾ റെഡിയാക്കാം അല്ലേ. മീനുക്കുട്ടി ഇലയൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. ഇനി അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ആ ഒരു ഇലയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. സ്കൂള് പൂട്ടിയോണ്ട് തന്നെ മീനുക്കുട്ടി ഭയങ്കര സന്തോഷത്തിലാട്ടാ. പൂവൊക്കെ ഇടാം, പൂ പറിക്കാനൊക്കെ അങ്ങും ഇങ്ങൊക്കെ പൂവൊക്കെ ചെയ്യാം, പിന്നെ TV ഒക്കെ കാണാമല്ലോ ഇഷ്ടം പോലെ. അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ആള് ഭയങ്കര ഹാപ്പി. പക്ഷെ നന്ദോട്ടനാണെങ്കിൽ അത്ര വലിയൊരു സന്തോഷമൊന്നുമില്ല കേട്ടോ. കാരണം ആള് 10th തന്നെ ആൾക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഓണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷിക്കേണ്ട ഒരു സമയമല്ലേ അല്ലേ. അങ്ങനെ ഓരോന്നും പറഞ്ഞ് മീനുക്കുട്ടീൻ്റെ പൂക്കളൊക്കെ ഇതാ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പൂക്കളം ഇങ്ങനെയാണ് ഉള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറയാൻ മറക്കല്ലേ. പിന്നെ എല്ലാവരും ഓണത്തിൻ്റെ ക്ലീനിങ് ഒക്കെ തുടങ്ങിയോ? ഞാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇന്ന് തുടങ്ങണത്രേ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.